ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡേ വിത്ത് കെ പി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. എൻ്റെ ഫസ്റ്റ് വ്ളോഗിന് അത്യാവശ്യം ആൾക്കാർ കാണുകയും ചെയ്തു. അത്യാവശ്യം 100ന് മേലെ സബ്സ്ക്രൈബേഴ്സ് വരികയും ചെയ്തു. അപ്പോൾ ഒരുപാട് നന്ദിയില്ല എല്ലാവരോടും. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് വ്ളോഗ് സംഭവം എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഞാൻ TCSലാണ് വർക്ക് ചെയ്യുന്നത്, ഇൻഫോ പാർക്ക് കൊച്ചി. അപ്പോൾ എനിക്ക് TCSൻ്റെ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. സോ എനിക്ക് അതിൻ്റെ ഉള്ളിലത്തൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഇൻഫോ പാർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ അതും പിന്നെ നമ്മളെ രാവണപ്രഭു റിലീസ് ചെയ്തല്ലോ, അപ്പോൾ അതിന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് കൊളീഗ്സായിട്ട്. ഓക്കെ, അപ്പോൾ അത്രയാണെന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ ലെറ്റ്സ് സീ. ഹായ്, അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്ന് ഏകദേശം ഒരു ഉച്ചയായി ഞാൻ എഴുന്നേറ്റപ്പോൾ. അല്ലെങ്കിലും ആ സമയമൊക്കെ തന്നെയാണ് ആവാറ്. എന്തായാലും അധികം സമയം കളയാണ്ട് വേഗം ഇറങ്ങാൻ വിചാരിച്ചു. കാരണം അത്യാവശ്യം കുറച്ച് പണിയുണ്ട്. പിന്നെ ഇന്ന് സിനിമയ്ക്കൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടായതുകൊണ്ട് എന്തെങ്കിലും കുറച്ചൊക്കെ ആക്കി വെച്ചിട്ട് വേണമല്ലോ പോകാൻ. അത് വിചാരിച്ച് ഞാൻ കുറച്ച് നേരത്തെയാണ് ഇന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ റെഡിയായി നിൽക്കുമ്പോൾ ഹെലികോപ്റ്ററിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ പിന്നെ നേരെ തലപ്പുറത്തിട്ട് നോക്കി. ഹെലികോപ്റ്ററിൻ്റെയും JCBൻ്റെയും ശബ്ദം കേട്ടാൽ നമുക്ക് നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഏട്ടനോടും ചേച്ചീനോടൊക്കെ ഞാൻ ടാറ്റ പറഞ്ഞ് ഇറങ്ങി. പിന്നെ ലിഫ്റ്റ് കയറിയിട്ട് ഇങ്ങനെ 2 ഷോട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതെടുത്തു. ദെൻ ഞാൻ പൊതുവേ ഇറങ്ങുമ്പോൾ എല്ലാ പ്രാവശ്യം എന്തെങ്കിലും ഒന്ന് മറക്കും. ഹെൽമെറ്റ് അല്ലെങ്കിൽ ചാവി അങ്ങനെ എന്തെങ്കിലും മറന്നിട്ട് തിരിച്ചു കയറി എടുക്കാറാണ് പതിവ്. ഇന്നെന്തോ അങ്ങനെ കാര്യമായിട്ടൊന്നും മറന്നില്ല. അതിൻ്റെ അത്യാവശ്യം ചൂടുണ്ട് കേട്ടോ ഒന്ന് ക്ലൈമറ്റിന്. മഴ പെയ്യാൻ വേണ്ടിയുള്ളതാണോ ആവോ, നല്ല വെയിലുണ്ടെന്ന്. അങ്ങനെ ഞാൻ ഒരു കയ്യിൽ ഫോണും പിടിച്ചിങ്ങനെ ഷൂട്ട് ചെയ്ത് പോയിരുന്നു. മാക്സിമം പറ്റുന്ന പോലെ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ വന്ന് ഇൻഫോ പാർക്ക് കാർണിവലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടെ റൈറ്റ് സൈഡിലാണ് കാർണിവൽ. നമ്മളെ ഇൻഫോ പാർക്കിൻ്റെ സ്റ്റാർട്ടിങ് എന്ന പോലത്തെ ഭാഗമാണ്. ആൻഡ് ഇവിടുന്ന് ഇടത്തോട്ട് നോക്കിയാലും നമുക്ക് കുറേ കമ്പനീസ് കാണാം. പക്ഷേ എനിക്ക് ഷൂട്ട് ചെയ്യുന്നതിന് എന്താ പറയുക, ബൈക്ക് ഓടിക്കുന്നതുകൊണ്ട് ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ആൻഡ് ലുലു സൈബർ ടവർ കാണാം. ആ ഭാഗത്തേക്കാണ് നമ്മൾ എന്തായാലും പോകുന്നത്. ഇവിടുന്ന് ഇടത്തോട്ട് നോക്കിയാൽ കാണുന്നതാണ് സ്മാർട്ട് സിറ്റി. അതിനായിട്ടുള്ള എൻട്രൻസും കാര്യങ്ങളാണത്. അങ്ങനെ ഞാൻ അങ്ങനെ വന്നു. ഇൻഫോ പാർക്കിൻ്റെ ഉള്ളിൽ കയറാനായി. പിന്നെ TCSൻ്റെ ഉള്ളിൽ ക്യാമറയും ഫോട്ടോഗ്രാഫിയൊന്നും പറ്റാത്തത് കൊണ്ട് ഞാൻ തൽക്കാലം ഇൻഫോ പാർക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് ഞാൻ ഓഫീസിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. സോ അത് കഴിക്കാൻ വേണ്ടിയാണ് നേരെ പോയത്. അങ്ങനെ ഞാൻ ഓഫീസിലെത്തി ഫുഡൊക്കെ കഴിച്ച് ഒരു ഈവനിങ് ആയപ്പോൾ പുറത്തിറങ്ങിയതാണത്. അപ്പോൾ ഇത് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. പൊതുവേ TCSൻ്റെ ഉള്ളിലാണ് പോലെ, അല്ലെങ്കിൽ തപസ്യയിലാണ് പോലെ. ഇന്നിപ്പോൾ കുറച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോയിലുണ്ടായിക്കോട്ടെ വെച്ചിട്ട് ചായ ഇട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ആൾ പോകാൻ വേണ്ടി ഇറങ്ങാൻ കാത്തുന്നു. അപ്പോൾ ആൾ പോകുമ്പോൾ ആളുടെ കുടയിൽ കയറി പോരാലോ, അതുകൊണ്ട്. ദെൻ അങ്ങനെ നിൽക്കുമ്പോഴാണ് അവിടെ മറ്റേ മൈ ബൈക്കിൻ്റെ സൈക്കിൾ കണ്ടു. ഇത് നമുക്ക് മൈ ബൈക്ക് ആപ്പ് വെച്ച് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ട്വിൻ ടവർ മെട്രോ പണി നടക്കാൻ വേണ്ടി ഇവിടെ പോവുകയാണ്. അതിന് ബാരിക്കേഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ദെൻ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസ്, TCSൻ്റെ. നല്ല ഭംഗിയില്ലേ? ഓക്കെ, ദെൻ ഇറ്റ്സ് IBS സോഫ്റ്റ്വെയർ. ആൻഡ് അപ്പുറത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ. അതൊക്കെ നോക്കിയാൽ മഴ ജസ്റ്റ് ചാറുന്നുണ്ട്, എന്നാലും പിന്നെ കുടണ്ട് ആളുടെ കയ്യിൽ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ചായ ഹട്ടിലെത്തി. ചായ ഹട്ടിൽ പിന്നെ അറിയാലോ, എപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്ന സ്ഥലമാണ്. ഇന്നും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. സ്നാക്സ് ഉണ്ടാവുമെന്നായിരുന്നു സംശയം. കാരണം എല്ലാ പ്രാവശ്യം എത്തുമ്പോഴേക്കും തീരാറുണ്ട്. വളരെ 1, 2, 3 ഉണ്ടാവും. പറഞ്ഞ പോലെ കുറച്ച് കുറവായിരുന്നു. പിന്നെ എന്താ വേണ്ടത്, എന്താ മേടിക്കേണ്ടതെന്ന് ആലോചിച്ച് നിൽക്കുന്നു. അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഒരു സാധനം കണ്ടു. ചിക്കൻ ക്രിസ്പി ബണ്ണോ അങ്ങനെ എന്തൊരു പേരായിരുന്നു. കണ്ടിട്ട് മറ്റേ ബ്രോസ്റ്റിനൊക്കെ മേലത്തെ പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ മേലെ. ഞങ്ങൾ ഈ സൈഡിൽ ഈ എല്ലാവരും കഴിക്കുന്ന ഭാഗത്തുനിന്ന് പോയിന്ന് കഴിച്ചു നോക്കി. സാധനം ആക്ച്വലി കൊള്ളാട്ടോ, നല്ല ഫില്ലിങ്ങും കാര്യങ്ങളുണ്ട്. സോ ചായ ഹട്ടുന്നത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചായ ഹട്ടുന്ന ഇറങ്ങി. സോ പിന്നെ ഇനി ഓഫീസിലേക്ക് കയറണം. ഇനിയും വർക്കുണ്ട്, നൈറ്റ് വരെ പരിപാടിയുണ്ട്. അപ്പം ഇങ്ങനെ അപ്പുറത്തെ സൈഡൊക്കെ ഞാൻ ക്രോസ് ചെയ്തു. അപ്പുറത്തെ സൈഡിൽ അത്യാവശ്യം നല്ല ഇങ്ങനെ ചെടികളും ഇങ്ങനെ മരത്തിലെ പൂക്കളും അതും ഇതൊക്കെ ഉണ്ട്. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ അതിൽ ഈ മഴയൊക്കെ പെയ്തിട്ട് ഈ നനവും ആ ഒരു ഇതൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക സുഖമാണല്ലോ നടക്കാൻ. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ആല് പോലത്തെ ഒരു സംഭവമുണ്ട്. ആല് തന്നെയാണ് തോന്നുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വഴി, നൈസായിട്ട് ചെറിയൊരു വഴിയുണ്ട്. ജസ്റ്റ് ഒരു രസത്തിനായിരിക്കാം, എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനങ്ങനെ എല്ലാം നടന്നു നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു. അപ്പോഴേക്കും ഏകദേശം ക്ലൈമറ്റൊക്കെ മാറി കേട്ടോ. ആ മഴേൻ്റെ ആ ഒരു സംഭവമൊക്കെ പോയി. അങ്ങനെ ഞാൻ വീണ്ടും ഓഫീസിൽ കയറി.
പിന്നെ ഒരു 11 മണി 11:15 ആയപ്പോൾ ഓഫീസിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഞങ്ങൾ മൂവിക്ക് പോവാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒപ്പമല്ല ഇറങ്ങുന്നത്, റാൻഡായിട്ടാണ്. കാറുണ്ട്, ബൈക്കുണ്ട്, അങ്ങനെ എല്ലാവരും കൂടെ ഒപ്പമല്ല. പിന്നെ ചിലവർ ഫുഡ് കഴിച്ചു, ചിലവർ ഫുഡ് കഴിച്ചില്ല. അപ്പോൾ എൻ്റെ കൂടെ തനൂജാണ് വന്നത്. അവനും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ അവനൊക്കെ വിശക്കുന്നുണ്ട് പറഞ്ഞു. അപ്പോൾ നേരെ ഞങ്ങൾ അളകാപുരിയിലോട്ട് വിട്ടു. അളകാപുരി പിന്നെ കൊച്ചിയിലെ ഒരുവിധം എല്ലാവർക്കും അറിയാൻ സാധ്യതയുണ്ട്, കാരണം അത്രയും നല്ല അടിപൊളി ഫുഡാണല്ലോ. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന് കയറി. 2 പൊറോട്ടയും ഗ്രീൻ പീസാണ് ഞാൻ ഓർഡർ ചെയ്തത്. അവൻ 2 പൊറോട്ടയും മുട്ടക്കറി. പിന്നെ എനിക്ക് സ്പീഡ് കുറച്ച് കൂടുതലാണ് ഭക്ഷണം കഴിക്കാൻ. അതുകൊണ്ട് എൻ്റേത് പെട്ടെന്ന് തന്നെ തീർന്നു, 2-3 മിനിറ്റ് കൊണ്ട് തീർന്നു. പക്ഷേ അവൻ്റെ അപ്പനും ഒരു പൊറോട്ട കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ മൂവിക്ക് ലേറ്റ് ആയതുകൊണ്ട് സമയം കളഞ്ഞില്ല. അവനും വേഗം കഴിച്ചു, ബില്ലൊക്കെ കൊടുത്തു ഇറങ്ങി. കാരണം 11:30 എന്തോ ആയിരുന്നു ഭക്ഷണം കഴിച്ചപ്പോൾ. 11:50 ഷോ. MG റോഡാണ്. സോ വേഗം പോകണമല്ലോ. അപ്പോൾ ഈ മെട്രോ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് റോഡ് അത്ര നല്ല കണ്ടീഷനല്ല. എന്നാലും അതിലെ വെച്ച് പിടിച്ചു മാക്സിമം പറ്റുന്ന പോലെ. കുറേ ഭാഗത്തൊക്കെ പില്ലറും ആ ഒരു സ്ലാബൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പണി അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിന്നെ നൈറ്റ് ആകുമ്പോൾ കുറേ പണി നടക്കുന്നത് കാണാം. പിന്നെ ചെറിയൊരു ബ്ലോക്ക് പോലെ ഒരു കാര്യം വന്നു, അതപ്പോൾ തന്നെ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി. മെട്രോയുടെയൊക്കെ ചോട്ടിലോട്ട് എത്തിയപ്പോഴേക്കും പിന്നെ റോഡ് നല്ല റോഡായി. നമുക്ക് രാത്രി ആയതുകൊണ്ട് അത്ര വലിയ തിരക്കും കാര്യമില്ല, സുഖമായി പോകാൻ പറ്റി. അങ്ങനെ വിചാരിച്ച പോലെ തന്നെ ഓൺ ടൈമിൽ തന്നെ എത്തി കേട്ടോ. ഒട്ടും ലേറ്റായൊന്നുമില്ല, പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി. ഇവിടെ എത്തിയപ്പോഴേക്കും ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ ആ ഒരു ഏരിയയിലെ തിരക്ക് മനസ്സിലായി. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ചായക്കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും കൂടെ തിരക്കുണ്ട്. അല്ലാണ്ട് ഈ ഒരു നേരത്ത് ഇവിടെ മാത്രം ഇത്ര തിരക്കൊന്നും സാധ്യമല്ലല്ലോ. പിന്നെ മൂവിൻ്റെയും നല്ല ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ രാവണപ്രഭുവിൻ്റെ ഫ്ലക്സൊക്കെ കണ്ടു. ലാലേട്ടനെ മാലയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളിയായിരുന്നു. അപ്പോഴേക്കും എല്ലാവരും എത്തി, ഞങ്ങളുടെ കൂടെയുള്ള. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉള്ളിൽ കയറാൻ നോക്കുമായിരുന്നു. നല്ല തിരക്കായിരുന്നു. ആ തിരക്ക് കാരണം അപ്പോൾ പെട്ടെന്നൊന്നും ഉള്ളിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിതാ അവിടെ പുറത്ത് നിൽക്കുകയായിരുന്നു. ഇവരാണ് എൻ്റെ കൂടെ വന്നവർ. അപ്പോൾ പുറത്തുനിന്നാണ് മറ്റേ ലാലേട്ടൻ്റെ ആ ഒരു ഇൻട്രോ പോലത്തെ ഒരു പുതിയ സാധനം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് പുറത്തുനിന്ന് കാണേണ്ടി വന്നു. അങ്ങനെ പുറത്തുനിന്നാണേലും സാധനം ഷൂട്ട് ചെയ്തു. അടിപൊളി സാധനമായിരുന്നു കേട്ടോ. പക്ഷേ ഉള്ളിൽ നിന്ന് കാണാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൻ്റെ ഉള്ളിൽ തിരക്കി കയറി. ഇനി കുറച്ച് തിയേറ്ററിലെ ഓഡിയൻസ് റെസ്പോൺസ് കാണാം. സീനായിരുന്നു. അങ്ങനെ നല്ല ഓളായിരുന്നു. ഒരു സിനിമാ തിയേറ്റർ ആയിട്ടുള്ള ഒരു പൂരപ്പറമ്പിൻ്റെ ഫീലാണ് കിട്ടി. എല്ലാവരും വന്നിട്ട് സ്ക്രീനിൻ്റെ മുന്നിൽ നല്ല സ്ലോപ്പായിരുന്നു, പക്ഷെ അവിടെ നിന്നിട്ട് ചാടിക്കളിക്കൽ അടിപൊളി എഫക്റ്റ് ആയിരുന്നു. പിന്നെ കാർത്തികേയനെക്കാട്ടും നല്ല റെസ്പോൺസ് കിട്ടിയത് മറ്റേ നീലകണ്ഠം വന്നപ്പോഴാണ്. അതങ്ങേരുടെ ഒരു എപ്പിക്ക് സാധനം മുന്നേ ഉണ്ടല്ലോ, ദേവാസുരം. പിന്നെ എന്തിനാ പോലും അറിയാണ്ട് 3 പേരെ ബൈക്കിൽ നിന്ന് ചവിട്ടിട്ട് ഈ സീനും നല്ല അടിപൊളി റെസ്പോൺസ് ആയിരുന്നു. ഇങ്ങനെ 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 മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ ടീമിലുള്ളവരാണ് ഇവരെല്ലാവരും. ഞങ്ങളെല്ലാവരും TCSൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ മൊത്തത്തിലൊരു അടിപൊളി നല്ലൊരു കൺസേർട്ടിന് പോയ ഫീല്. അത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളമായിരുന്നു. അപ്പോഴാണ് അപ്പുറത്തൊരു ബ്രോ ഒറ്റയ്ക്ക് നിന്ന് സ്റ്റെപ്പ് ഇടുന്നത്. എല്ലാവരും ഇപ്പുറത്തെ കൂട്ടത്തോടെ കളിക്കുമ്പോൾ ഇങ്ങേരെ ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ ഓളം, അത് വേറെ ലെവലായിരുന്നു. അങ്ങനെ പടത്തിൻ്റെ ലാസ്റ്റ് ആ പൊട്ടുകുത്തടി പറഞ്ഞ സോങ്ങിനൊരു റിമിക്സ് ഇടുന്നുണ്ട് ഇവർ, DJ പോലെ ആക്കിയിട്ട് ഫാൻസിന് വേണ്ടിയിട്ട്. അതൊരു 1.5 ഓളം തന്നു കേട്ടോ. മസ്റ്റ് വിസിറ്റാണ്. അങ്ങനെ ഞങ്ങൾ മൂവിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. പിന്നെ അടുത്ത ഡിസ്കഷൻ ചായയെ പറ്റിയായിരുന്നു. നമുക്ക് എവിടെ ചായ കുടിക്കാൻ പോവുക, അങ്ങനെ ഒരു ഡിസ്കഷനിലായിരുന്നു. അതിൻ്റെ മുന്നേ 1-2 പിക്സൊക്കെ എടുത്തു. ദെൻ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചായക്കട ഉണ്ടായിരുന്നു, സെൻട്രൽ സ്ക്വയർ മാളിൻ്റെ ഒക്കെ അപ്പുറത്ത്. ഒരോളത്തിൽ അങ്ങനെ ഇറങ്ങി വന്ന് അവിടെ എത്തിയപ്പോൾ മറ്റൊരോളം. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. സമയം ഏകദേശം 3 മണി 3:15 റേഞ്ച് ആയിരുന്നു. സോ നേരത്തെ അടിപൊളിയായിരുന്നു. കുറേ പിള്ളേരുടെ ഡാൻസും മറ്റേ ചായക്കടയിലെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു സെറ്റായി നിന്ന്. പിന്നെ മിസ്റ്റർ ടി പറഞ്ഞ ചായക്കടയിൽ നിന്നാണ് ചായ കുടിച്ചത്. പടം കണ്ടിട്ട് കുറേ കൂവിയിട്ടും ഒച്ച ഉണ്ടാക്കിയിട്ടും സൗണ്ട് പറ്റ പോയി കിടക്കുകയായിരുന്നു. അപ്പോൾ സൗണ്ട് ഒന്ന് റെഡി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ചായ കുടിക്കാൻ വന്നത്. ഞാൻ ചായ അല്ല, ഞാൻ കാപ്പി കുടിച്ചത്, ബാക്കിയുള്ളവർ ചായ. അങ്ങനെ കൂടെയുള്ളവരോടൊക്കെ ടാറ്റ പറഞ്ഞു ഞങ്ങൾ നേരെ റൂമിലോട്ട് തിരിച്ചു, എല്ലാവരും റൂമിലോട്ട്. അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞു. നല്ല അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഈ ഒരു മൂവിക്കൊക്കെ പോകുക പറഞ്ഞൊരു അടിപൊളി ഫീലാണ്. അതും നമ്മളതേ വൈബിള നമ്മളെ കൊളീഗ്സിൻ്റെ ഒപ്പം. സോ ഇറ്റ് വാസ് എ ഗുഡ് ഡേ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.
താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ്.